الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ പ്രിയം നിറഞ്ഞ അൽഖലമിലെ പഠിതാക്കളെ, സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ ജീവിച്ചു മരിക്കാൻ നമ്മളെല്ലാവരും ഏറ്റവും നന്നായി അധ്വാനിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ എല്ലാ വിധിയും വിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് തഖ്വയിൽ ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠതകളാണ് കഴിഞ്ഞൊരു ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് ഇന്ന് സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകൾ, അതിനെക്കുറിച്ച് പഠിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ പ്രമാണങ്ങൾ എന്താണോ നമുക്ക് ശരിയായി അറിയിച്ചു തരുന്നത് അത് കൃത്യമായി ഉൾക്കൊള്ളാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകളായി ധാരാളം പേരുകൾ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. ചിലരൊക്കെ 100ഓളം പേരുകൾ ഫാത്തിഹയ്ക്ക് ഉദ്ധരിച്ചതായി പറയുന്നുണ്ട്. എന്നാൽ ഹദീസിലും പരിശുദ്ധ ഖുർആനിലുമൊക്കെ പ്രമാണങ്ങളിലൂടെ, പണ്ഡിതന്മാരുടെ ഇസ്തിംബാത്തിലൂടെ, അവർ കണ്ടെത്തലിലൂടെ, പ്രമാണത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കണ്ടെത്തിയ പേരുകൾ, അതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും ഒന്നാമത്തെ, ആദ്യത്തെ പേര് ഫാത്തിഹത്തുൽ കിതാബ് എന്നതാണ്. ഫാത്തിഹത്തുൽ കിതാബ് എന്താണ്? ഫാത്തിഹ എന്ന് പറഞ്ഞാല് തുടക്കം, കേട്ടില്ല. പ്രാരംഭം. പ്രാരംഭം, തുടക്കം അല്ലെ. ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു എന്നാണ്. അപ്പോ കിതാബിന്റെ തുറക്കൽ, കിതാബിന്റെ തുടക്കം എന്ന അർത്ഥത്തിലാണ് ഫാത്തിഹത്തുൽ കിതാബ് എന്ന് സൂറത്തുൽ ഫാത്തിഹക്ക്, മുസ്ഹഫ് നമ്മൾ തുറക്കുമ്പോൾ ആദ്യം അതിൽ വരുന്നത് ഫാത്തിഹയാണ്. അതുകൊണ്ടാണ് അതിനെ ഫാത്തിഹത്തുൽ കിതാബ് എന്ന പേരിൽ പണ്ഡിതന്മാര് ഹദീസിൽ നിന്ന് നമുക്ക് ഒരു പേരായി പഠിപ്പിച്ചു തന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ആ ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ലാ സ്വലാത്ത, നിസ്കാരമില്ല, ലിമൻ, ഒരുത്തന്, ലം യഖറ, അവൻ പാരായണം ചെയ്യുന്നില്ല, ഫാത്തിഹത്തുൽ കിതാബ്. അപ്പോ ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഫാത്തിഹയുടെ ഒരു പേരായിക്കൊണ്ട് നബി പറഞ്ഞത് എന്താ? ഫാത്തിഹത്തുൽ കിതാബ് എന്നാണ്. അതാണ് ഒന്നാമത്തെ പേര്, ഫാത്തിഹത്തുൽ കിതാബ്, കിതാബിന്റെ പ്രാരംഭം. ഇനി രണ്ടാമത്തെ പേര് അസ്സബഉൽ മസാനി. അസ്സബഉൽ മസാനി, ആവർത്തിച്ചു വരുന്ന 7 വചനങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അസ്സബഉൽ മസാനി. ഇതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 4704 ഹദീസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇമാം ബുഖാരിയുടെ സ്വഹീഹിലെ 4704 ഹദീസ്. അതിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പറയാൻ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉമ്മുൽ ഖുർആൻ ഹിയ സബ്ഉൽ മസാനി വൽ ഖുർആനിൽ അദീം. ഉമ്മുൽ ഖുർആൻ ഹിയ, അതേതാണ്?
ഖുർആനിന്റെ ഉമ്മ അതേതാണ്? സബഉൽ മത്താനി, 7 ആവർത്തിത വചനങ്ങളാണ്. സബഉൽ മത്താനി എന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയാണ്. അപ്പൊ അതും അതിന്റെ ഒരു പേരായി പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു പേര് അൽ ഖുർആനുൽ അദീം എന്നതാണ്. അൽ ഖുർആനുൽ അദീം അത് ഈ ഹദീസിൽ തന്നെ ഉണ്ട്. നമ്മളിപ്പോ പറഞ്ഞ ഹദീസിൽ തന്നെ അതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉമ്മുൽ ഖുർആൻ ഹിയ സബ്ഉൽ മസാനി വൽ ഖുർആനുൽ അദീം, അല്ലെ? അതേപോലെ തന്നെ നാലാമത്തെ ഒരു പേരാണ് ഉമ്മുൽ ഖുർആൻ. ഉമ്മുൽ ഖുർആൻ. ഈ 3 പേരുകളും ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ നേരത്തെ സൂചിപ്പിച്ച 4704 ഹദീസിൽ ഈ 3 പേരുകളും നമുക്ക് വായിക്കാം. ഉമ്മുൽ ഖുർആൻ ഹിയ സബ്ഉൽ മസാനി വൽ ഖുർആനുൽ അദീം. ഖുർആനുൽ അദീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഹോന്നതമായ ഖുർആൻ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഖുർആൻ എന്ന അർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹയെ എന്ത് ചെയ്യുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ പേര് നൂറുൻ അദീമുൻ. നൂറുൻ അദീം. നൂർ എന്നൊരു പേരാണ് ഫാത്തിഹക്ക് ഹദീസിൽ സ്ഥിരപ്പെട്ട പേരാണ്. നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഈ ഹദീസ് നമുക്ക് വായിക്കാൻ കഴിയും. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഈ ഹദീസ് ഉണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും ഇങ്ങനെ ഇരിക്കുന്ന വേളയിൽ ആകാശത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. സമിഅ നഖീലൻ മിൻ ഫൗഖിഹി. ഉപരിയിൽ നിന്ന് ഒരു ശബ്ദം. നഖീൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ നടക്കുന്ന, അതല്ലെങ്കിൽ ഒരു ചലനം, അതിങ്ങനെ അനുഭവപ്പെട്ടു. ഫറഫഅ റഅസഹു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തല ഉയർത്തി നോക്കി. ആകാശത്തിലേക്ക് ഇങ്ങനെ റസൂൽ തല ഉയർത്തി നോക്കുകയാണ്. എന്താണ് അവിടുന്ന് ശബ്ദം എന്ന് നോക്കാൻ. ഫഖാല. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ ബാബുൻ മിനസ് സമാ. ജിബ്രീൽ അലൈഹി സ്വലാം പറയാണ്, ഹാദാ, ഇത്, ബാബുൻ മിനസ് സമായി, ആകാശത്തിലെ ഒരു വാതിൽ, ഫുതിഹൽ യൗം, ഇന്ന് തുറക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ ഒന്നാം ആകാശത്തിലെ എന്ന് മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും. ഇതിന്റെ മറ്റു റിവായത്തുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഒന്നാം ആകാശത്തിന്റെ ഒരു കവാടം എന്ത് ചെയ്തിരിക്കുന്നു? തുറന്നിരിക്കുന്നു. ലം യുഫ്തഹ് ഖത്തു ഇല്ലൽ യൗം. ഇതിനു മുമ്പ് ഇന്നുവരെ ഈ കവാടം തുറന്നിട്ടില്ല. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂലും ജിബ്രീൽ അലൈഹിസ്സലാമയും ഇരിക്കുന്ന ആ വേളയിൽ തുറക്കപ്പെട്ട ആ കവാടം ഇന്നേ വരെ തുറന്നിട്ടില്ല എന്നാണ്. അപ്പൊ ഒരു പ്രത്യേകമായ ആകാശത്തിന്റെ കവാടമാണ്. നമുക്കറിയാം ആകാശത്തിന് കുറെ കവാടങ്ങളുണ്ട്. ആ കവാടങ്ങൾ തുറക്കുക നന്മകൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോ റമദാൻ മാസം ആകാശത്തിന്റെ എല്ലാ കവാടങ്ങളും തുറന്നിടും എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ റമദാനിൽ, അതല്ലെങ്കിൽ നന്മകളുടെ സമയത്താണ് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുക. അപ്പൊ ഈ ഒരു വാതിൽ ഇന്നുവരെ തുറക്കാത്ത ഒരു വാതിലാണ് എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്. അപ്പൊ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ വാതിൽ തുറന്നിട്ടുള്ളത്. ഫനസല മിൻഹു മലക്കുൻ. അങ്ങനെ ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടുകയും അവിടെ നിന്നൊരു മലക്ക് ഇറങ്ങി വരികയും ചെയ്തു. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ മലക്കുൻ നസല ഇലൽ അർളി ലം യൻസിൽ ഖത്തു ഇല്ല യൗം. ഈ മലക്ക് ഭൂമിയിലേക്ക് ഇന്നേ വരെ ഇറങ്ങിയിട്ടില്ല. അഥവാ ആദ്യമായിട്ട് ഭൂമിയിലേക്ക് ഒരു മലക്ക് വരികയാണ്. ആ മലക്ക് ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല? ഭൂമിക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു പ്രത്യേക ഗിഫ്റ്റ് കൊടുക്കാൻ, എന്തോ ഒരു വലിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ വാതിൽ തുറക്കപ്പെട്ടതും ആ മലക്ക് വന്നതും എന്നുള്ളതാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ആ മലക്ക് വരികയും ഫസല്ലമ, സലാം പറയുകയും ചെയ്തു. വഖാല, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അബ്ശിർ ബിനൂറൈൻ, പ്രവാചകരെ താങ്കൾ സന്തോഷിക്കുക 2 പ്രകാശങ്ങൾ കൊണ്ട്. നൂറൈൻ, 2 പ്രകാശങ്ങൾ കൊണ്ട് താങ്കൾ സന്തോഷിക്കുക.
ഊതീതഹുമാ ലം യുക്തഹുമാ നബിയ്യുൻ ഖബ്ലക. നിനക്ക് മുമ്പ് ഒരാൾക്കും എന്ത് ചെയ്തിട്ടില്ല, അത് നൽകപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മലക്ക് വന്ന് പറയാണ്, നിനക്ക് നൽകപ്പെട്ട രണ്ട് പ്രകാശങ്ങൾ കൊണ്ട് നീ സന്തോഷിക്ക്. കാരണം ഇന്നേ വരെ ഒരു നബിക്കും എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു പ്രകാശം നൽകപ്പെട്ടിട്ടില്ല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മലക്ക് പറഞ്ഞു കൊടുത്തു, ഫാത്തിഹത്തുൽ കിതാബ് വ ഖവാതീമു സൂറത്തിൽ ബഖറ. ഫാത്തിഹത്തുൽ കിതാബ്, ഒന്നാമത്തെ പ്രകാശം അതല്ലെങ്കിൽ നൂർ, അതേതാണ്? ഫാത്തിഹയാണ്. രണ്ടാമത്തത് സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം, ആമന റസൂല് തുടങ്ങുന്ന ഭാഗം. അപ്പൊ പ്രിയമുള്ളവരെ, ഈ ഹദീസിലൂടെ സൂറത്തുൽ ഫാത്തിഹക്ക് സ്ഥിരപ്പെട്ട ഒരു പേരാണ് നൂർ എന്ന പേര്. ഓക്കെ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്ക് ആ സന്തോഷ വാർത്തയാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ സൂറത്തുൽ ഫാത്തിഹയുടെ അഞ്ചാമത്തെ ഒരു പേരായിക്കൊണ്ട് നൂർ എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. അതേപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ ആറാമത്തെയും ഏഴാമത്തെയും ഒരു പേര്, ആറാമത്തെ പേര് അതോടൊപ്പം തന്നെ ഏഴ്, രണ്ടു പേരായിക്കൊണ്ട് പണ്ഡിതന്മാർ എണ്ണിയതാണ് അൽ കാഫിയ അഷാഫിയ. അൽ കാഫിയ അഷാഫിയ. ഫാത്തിഹ മതിയായതാണ് എന്നാണ്, കാഫിയയാണ്. കാഫി എന്ന് പറഞ്ഞാൽ എന്താ? മതിയായത് എന്നാണ്. ഷാഫിയ എന്നാണ്, ശമനമുള്ളത്. അപ്പൊ ഫാത്തിഹയിൽ എന്തുണ്ട്? നമുക്ക് ഒരുപാട് ശമനങ്ങളുണ്ട്. അത് നമ്മുടെ മാനസിക പ്രയാസങ്ങൾക്കാണെങ്കിലും ശാരീരിക പ്രയാസങ്ങൾക്കാണെങ്കിലും ഫാത്തിഹയിൽ ശമനമുണ്ട്, ശിഫ ഉണ്ട് എന്നതാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, വകസീറൻ മാ കുൻതു അസ്മഉ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി യഖൂൽ. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ഉസ്താദാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അപ്പൊ ഉസ്താദിനെ തൊട്ട് ഇബ്നുൽ ഖയ്യിം ശിഷ്യൻ പറയാണ്, ഞാൻ എൻ്റെ ഉസ്താദായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ധാരാളമായി ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട്. എന്ത് ചൊല്ലുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. എന്താണ് ഇയ്യാക നഅ്ബുദു? ഇയ്യാക നഅ്ബുദു എന്നത് തദ്ഫഉ റിയാ, ലോകമാന്യതയെ തടയുന്നതാണ്. അപ്പോ നമ്മള് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു രോഗമാണ് ലോകമാന്യത, റിയാ. അതിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. രണ്ടാമത്തത് ഇയ്യാക നസ്തഈൻ എന്നുള്ളത്, അള്ളാഹുവെ നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു. അതെന്താണ്? തദ്ഫഉൽ കിബ്രിയ, അഹങ്കാരത്തെ തടയുന്നതാണ്. കാരണം നമ്മൾ അള്ളാഹുലേക്ക് സഹായം തേടുന്നവനാണെന്ന് പറഞ്ഞാൽ നമ്മൾ കിബിറില്ലാത്തവരാണ്. കാരണം സ്വയം ധന്യനായി തോന്നിയാൽ പിന്നെന്ത് ചെയ്യില്ല, അള്ളാഹിനോട് സഹായം തേടാൻ തോന്നൂല. ഞാൻ എന്നെ എല്ലാം കൊണ്ടും മെച്ചപ്പെട്ടവനാണ്, ഞാൻ എന്നെ എല്ലാം നടത്താൻ കഴിവുള്ളവനാണ്, ഇങ്ങനെ തോന്നിയാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് അള്ളാഹുവിനോട് സഹായം തേടാൻ തോന്നൂല. നേരെ മറിച്ച് എന്നെ കൊണ്ട് ഒന്നിനും കഴിയാത്തവനാണ്, എന്റെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു മുഖേനയാണ്, ഞാൻ ദുർബലനാണ് എന്ന് മനസ്സിനെ പഠിപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എപ്പോഴും അള്ളാഹുലേക്ക് ഇസ്തിആനത്ത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു വലിയ അകക്കാമ്പാണ് ഏത്? ഈ ആയത്ത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലൂടെ മനുഷ്യരുടെ പ്രധാനപ്പെട്ട രണ്ട് രോഗങ്ങൾ ചികിത്സിക്കപ്പെടുന്നുണ്ട്. ഏതാണ് ആ രോഗം? ഒന്ന് റിയാ, ലോകമാന്യത എന്ന രോഗം. രണ്ടാമത്തത് കിബ്ർ എന്ന രോഗം. ഈ രണ്ട് രോഗത്തിൽ നിന്നും ശിഫ കിട്ടും സൂറത്തുൽ ഫാത്തിഹയിലൂടെ. കാരണം ഇഖ്ലാസ് ഇല്ലാതെ നമ്മൾ ഇബാദത്ത് ചെയ്താൽ, ഇവിടെ ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം അതിലുള്ളത് എന്താ? കുറച്ചുകൂടെ നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിനെ മാത്രം, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ ഇബാദത്ത് ഉണ്ടാകാൻ പാടുള്ളൂ. എന്തെങ്കിലുമൊക്കെ അതിൽ ഒരു കൂട്ടിക്കലർത്തൽ, അള്ളാഹ് അല്ലാത്തവർക്ക് വേണ്ടി എന്തെങ്കിലും വന്നുപോയാൽ ആ ഇബാദത്ത് പിന്നെ റബ്ബിന് വേണ്ട. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് പറയുന്നുണ്ട്, റസൂലെ, ഒരാള് ജിഹാദിന് പോവാണ്. അയാളുടെ പ്രത്യേകത, അയാൾ സ്വർഗവും പ്രതീക്ഷിക്കുന്നുണ്ട്, ജനങ്ങൾക്കിടയിലെ പേരും പ്രതീക്ഷിക്കുന്നുണ്ട്. അയാൾക്ക് സ്വർഗം കിട്ടുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ ഒന്നും കിട്ടൂല. എന്താണ്? ഒരാള് ജിഹാദിന് ഇറങ്ങി, അയാൾക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ട്? ഒന്നാമത്തെ ആഗ്രഹം സ്വർഗമുണ്ട്,
രണ്ടാമത്തെ ആഗ്രഹം ജനങ്ങൾക്കിടയിൽ പേരും കിട്ടണം. അപ്പൊ രണ്ടെണ്ണം ഉണ്ട്, ഒരൊറ്റ ലക്ഷ്യമല്ല. ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അയാൾക്ക് സ്വർഗ്ഗം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയുന്നുണ്ട്, റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ കബൂലാവുന്ന അമൽ എന്ന് പറഞ്ഞാൽ മാ കാന ഖാലിസൻ ലഹു, റബ്ബിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ? നമ്മുടെ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അതോടുകൂടി എന്ത് ചെയ്യുന്നു? നമ്മൾ ലോകമാന്യത എന്ന ആ രോഗത്തെ ചികിത്സിച്ച് ഇഖ്ലാസ് എന്ന ഗുണത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാരണം ലോകമാന്യതയോട് കൂടി ഒരാൾ ഒരു ഇബാദത്ത് ചെയ്താൽ, സൂറത്തു ഇസ്രാഇന്റെ 19-ാമത്തെ ആയത്ത്, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ ഫഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. ഇഖ്ലാസുള്ള ആ അമലുകളാണെങ്കിൽ, വിശുദ്ധ ഖുർആൻ സൂറത്തു ഇസ്രാഇന്റെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാം, വമൻ അറാദൽ ആഖിറ, ആരാണോ പരലോകത്തെ ലക്ഷ്യമാക്കുന്നത്, വസഅ ലഹാ സഅയഹ, പരലോകത്തിനു വേണ്ടി ആരാണോ അമല് ചെയ്യുന്നത്, വഹുവ മുഅ്മിനുൻ, അവൻ ഈമാനുള്ളവനായിക്കൊണ്ട്, എങ്കിൽ അവന്റെ കർമ്മങ്ങൾ നന്ദി ചെയ്യപ്പെടുന്നതായിരിക്കും. പരലോകം ലക്ഷ്യമാക്കുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ അമലുകൾക്ക് അള്ളാഹു കൂലി തരുള്ളൂ. അപ്പൊ അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയിലൂടെ പ്രധാനമായി നമ്മൾ ചെയ്യുന്ന ഒന്നെന്താ? റബ്ബിനോട് പരലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ഇബാദത്ത് റബ്ബിനാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ. ഏതായാലും അതാണ് ഇഖ്ലാസ്. ഇസ്തിആനത്ത് അതും പ്രധാനമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇൻഷാ അല്ലാഹ് നമ്മളത് ആയത്ത് വിശദീകരിക്കുമ്പോൾ കുറച്ചുകൂടെ പറയാം. ഇവിടെ ഈ പേരുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ തന്നൊരു വിശദീകരണമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഷാഫിയ എന്ന് പറയുമ്പോൾ, ഇതിൽ ശമനമുള്ളതാണ് എന്ന് പറയുമ്പോൾ, എന്ത് ശമനം? എന്ത് രോഗത്തിനാണ് ശമനമുള്ളത്? അത് മറ്റൊന്നുമല്ല, ലോകമാന്യത എന്ന രോഗത്തിന് ഇതിൽ ശമനമുണ്ട്. ഏറ്റവും വലിയൊരു രോഗമാണ് ലോകമാന്യത. കാരണം നരകത്തിലേക്ക് ആളുകൾ ആദ്യമായി വീഴുന്നത് ലോകമാന്യതയുടെ കാരണത്താലാണ്. മനസ്സിലായോ? നരകത്തിക്ക് ഒരാൾ ആദ്യം വീഴുന്നത് മുശ്രിക്കല്ല, അതല്ലെങ്കിൽ കാഫിറല്ല, അതല്ലെങ്കിൽ വ്യഭിചാരിയല്ല. നരകത്തിലേക്ക് ആദ്യം വീഴുന്നവർ പടച്ച റബ്ബിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യേണ്ടതിന് പകരം ആളുകളെ കാണിക്കാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ അപകടമാണ്. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു രോഗത്തെ നമുക്ക് മാറ്റി തരുന്നുണ്ട്, മനസ്സറിഞ്ഞ് ചെല്ലുകയാണെങ്കിൽ. രണ്ടാമത്തത്, നമ്മളൊരു ദുർബലരാണ്. പടച്ചോനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കൊന്നിനും കഴിവില്ല. അള്ളാഹുവിലേക്ക് നമ്മൾ ആവശ്യക്കാരാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, അള്ളാഹുവേ വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ, ഒരു കണ്ണ് ചിമ്മുന്ന സമയത്തേക്ക് പോലും എന്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കരുത് എന്നാണ്. അപ്പൊ നമ്മളൊക്കെ റബ്ബിലേക്ക് ആവശ്യക്കാരാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു വൽ ഗനിയുൽ ഹമീദ്. സൂറത്ത് ഫാത്തിറിന്റെ 15-ാമത്തെ ആയത്ത്. സൂറത്ത് ഫാത്തിർ 15-ാമത്തെ ആയത്ത്. അവിടെ എന്താ പറയുന്നത്? യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്, അള്ളയാണ് ധന്യനായിട്ടുള്ളവെന്നുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പേരാണ് റുഖിയ. ഫാത്തിഹയെ റുഖിയ എന്ന അർത്ഥത്തിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഫാത്തിഹയെ റുഖിയ എന്ന പേരിൽ അറിയപ്പെട്ടതെന്ന് വെച്ചാല്, ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, കുന്നാ ഫീ മസീരിൻ ലനാ ഫനസൽനാ ഫജാഅത് ജാരിയ. അവരിങ്ങനെ ഒരു യാത്രയിലാണ്. അപ്പൊ അവരൊരു യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു പെൺകുട്ടി വന്നു. എന്നിട്ട് ആ കുട്ടി പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ ഒരു പ്രശ്നമുണ്ട്, ഒരു രോഗം വന്നിട്ടുണ്ട്, തേളുകുത്തുക എന്നാണ് മറ്റു ഹദീസുകളിൽ കാണാൻ കഴിയുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് അന്യനാട്ടുകാരാണല്ലോ, ഈ നാട്ടിൽ വന്ന് താമസിക്കാണ്. അപ്പൊ ഈ ഗോത്രക്കാര് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിനോട്, സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും മന്ത്രം അറിയോ, മന്ത്രിക്കാൻ അറിയുന്ന ആളുകളുണ്ടോ, റാഖികളുണ്ടോ ചോദിച്ചു. അപ്പൊ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് മന്ത്രിക്കാൻ അറിയാം, ഞങ്ങളുടെ കൂട്ടത്തിൽ എന്തുണ്ട്, റാഖിയായ മന്ത്രം ചൊല്ലുന്ന ആളുകളുണ്ട്. അങ്ങനെ ഈ സ്വഹാബി എന്ത് ചെയ്തു,
റുഖിയ ചെയ്തു എന്നുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടാണ് ചികിത്സിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ രോഗം മാറുകയും അദ്ദേഹം വളരെ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുകയും ചെയ്തു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അപ്പൊ അത് ഏതായിരുന്നു ആ ഒരു മന്ത്രം? സ്വഹാബത്ത് ചോദിക്കുന്ന സമയത്ത് ആ സ്വഹാബി പറഞ്ഞു കൊടുത്ത മറുപടി, മാ റഖൈതു ഇല്ലാ ബി ഉമ്മിൽ കിതാബ്, ഞാൻ റുഖിയ ചെയ്തത് സൂറത്തുൽ ഫാത്തിഹ കൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അതൊരു റുഖിയയായി കൊണ്ട് പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് അങ്ങനെ ഒരു പേരും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മക്കയിലായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അദ്ദാഉ വദ്ദവാഉ എന്ന ഗ്രന്ഥത്തിൽ ഇത് അദ്ദേഹം പറയുന്നുണ്ട്. വമകസ്തു ബിമക്ക മുദ്ദതൻ യഅ്തരീനി അദ്വാ വലാ അജിദു ത്വബീബൻ വലാ ദവാഅൻ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഞാൻ മക്കയിൽ നിൽക്കുന്ന കാലത്ത് പല രോഗങ്ങളും എനിക്ക് വരാറുണ്ട്. അവിടെ ഡോക്ടറിനെയോ മരുന്നോ ഒന്നും കിട്ടിയിട്ടില്ല അന്ന്. അപ്പൊ അദ്ദേഹം ഡോക്ടറിനെ കാണാൻ പോയിട്ടുണ്ട്, മരുന്ന് നോക്കിയിട്ടുണ്ട്, അതൊന്നും കിട്ടിയിട്ടില്ല. ഫകുൻതു ഉആലിജു നഫ്സി ബിൽ ഫാത്തിഹ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഫാത്തിഹ കൊണ്ട് ചികിത്സിക്കുമായിരുന്നു. ഫഅറാ ലഹാ തഅസീറൻ അജീബൻ ഫകുൻതു അസിഫു ദാലിക ലിമൻ യഷ്തകി അലമ വകാന കസീറൻ മിൻഹും യബ്റഉ സരീഅ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഞാൻ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ചികിത്സിക്കാറുണ്ടായിരുന്നു. ആ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ചികിത്സിക്കുമ്പോൾ എനിക്ക് വലിയ തഅ്സീറുകൾ, സ്വാധീനങ്ങൾ, മാറ്റങ്ങൾ ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും വേദനയുണ്ട് എന്ന് പറയുമ്പോൾ, പ്രയാസമുണ്ട് എന്ന് പറയുമ്പോൾ അവരോട് ഞാൻ ഫാത്തിഹ കൊണ്ട് ചികിത്സിക്കാൻ അവരോട് ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുടെ രോഗം ഫാത്തിഹയിലൂടെ മാറിയിട്ടുമുണ്ട് എന്നാണ്. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ ഒരു റുഖിയയാണ് എന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അത് അതിന്റെ ഒരു പേരായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇനി ഫാത്തിഹ ഏത് തരത്തിലുള്ള രോഗങ്ങളാണ് മാറ്റുക? ഒരു മനുഷ്യന് രണ്ട് തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവും. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ശാരീരികവും മാനസികവും. അതിന് സാങ്കേതികമായി പറയുന്ന ഒരു വാക്കുണ്ട് അറബിയില്, ശുബ്ഹത്ത് ഷഹ്വത്ത്. ശുബ്ഹത്ത് ഷഹ്വത്ത്. ശുബ്ഹാത്തുകൾ എന്ന് പറഞ്ഞാൽ സംശയാസ്പദമായ കാര്യങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, മതപരമായ കാര്യങ്ങൾ, അങ്ങനെയുള്ളതിനാണ് ശുബ്ഹത്ത് എന്ന് പറയാം. ഷഹ്വത്ത് പറഞ്ഞാൽ വൈകാരികമായിട്ടുള്ള വിഷയങ്ങൾ. ഈ രണ്ട് രീതിയിലുള്ള രോഗങ്ങൾ ഒരു മനുഷ്യനെ പിടികൂടും. അതിൽ ഈ രണ്ട് രോഗത്തിനും ശമനമാണ് സൂറത്തുൽ ഫാത്തിഹ. കാരണം നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ അവസാനത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നാണ്. അള്ളാഹുവിന്റെ കോപത്തിനിരയായ ആളുകൾ അവരാരാണ്? ശുബ്ഹത്തിന്റെ ടീമാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞിട്ടും അത് മനസ്സിലാക്കിയിട്ടും അതിൽ നിന്ന് വിട്ടുനിന്ന ആളുകൾ, ജൂതന്മാർ. അവർ ശുബ്ഹാത്തുകൾക്ക് പിറകിൽ പോയി, കുറെ സംശയാസ്പദമായ കാര്യങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതിന്റെ പിറകിൽ പോയി. അപ്പൊ അതിൽ നിന്ന് നമ്മൾ അള്ളാഹിനോട് കാവൽ തേടുന്നു. രണ്ടാമത്തത് എന്താണ്? ലാലുകളാണ്. ഇൽമുണ്ടായിട്ടും അമല് ചെയ്തില്ല, ഇൽമില്ലാതെ അമല് ചെയ്തു. അതാണ് ക്രിസ്ത്യാനികൾ, ക്രൈസ്തവർ എന്ന് പറയുന്ന ആളുകൾ. അത് ഷഹ്വത്താണ്. അപ്പൊ ഷഹ്വത്തിൽ നിന്നും ശുബ്ഹത്തിൽ നിന്നും നമുക്ക് രക്ഷ, അതാണ് യഥാർത്ഥത്തിൽ എന്ത്, ഈ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമുക്ക് കിട്ടുന്ന ശമനം എന്നുള്ളതാണ്. ഏതായാലും സൂറത്തുൽ ഫാത്തിഹയ്ക്ക് റുഖിയ എന്ന പേര് കൂടെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു പേര് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പണ്ഡിതന്മാർ പറഞ്ഞ പേരാണ് സൂറത്തുൽ ഹംദ്. സൂറത്തുൽ ഹംദ്. സൂറത്തുൽ ഹംദ് എന്ന് പറഞ്ഞാൽ സ്തുതിയുടെ അധ്യായം എന്നാണ്. അത് അങ്ങനെ പറയാനുള്ള കാരണം തുടക്കത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്നത് കൊണ്ടാണ്. അപ്പൊ സൂറത്തുൽ ഹംദ് എന്ന് സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പേരുണ്ട്. അതേപോലെ മറ്റൊരു പേരാണ് ഉമ്മുൽ കിതാബ്. ഉമ്മുൽ കിതാബ്. നമ്മളിപ്പോ ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞു, ഫാത്തിഹത്തുൽ കിതാബ് എന്നും പറഞ്ഞു. അതേപോലെ ഒരു പേരാണ് ഉമ്മുൽ കിതാബ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുമ്പോൾ, അഥവാ സുന്നത്ത് നമസ്കരിക്കുന്ന സമയം, മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്,
ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും. 1165 ഹദീസ്. ആ ഹദീസിൽ മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖഫിഫു റകഅത്തൈനി അല്ലതൈനി ഖബല സ്വലാത്തി സുബ്ഹ്. സുബ്ഹ് നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലഘുവായി നിർവഹിക്കാറുണ്ട്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിർവഹിക്കാറുണ്ട്. ഹത്ത ഇന്നീല അഖൂലു, ഞാൻ പറയുമായിരുന്നു. എന്തു പറയുമായിരുന്നു? ഹൽ ഖറഅ ബി ഉമ്മിൽ കിതാബ്, നബി ഞങ്ങള് ഫാത്തിഹ ഓതിയോ? അവിടെ ചോദിച്ചത് എന്താ? ഉമ്മുൽ കിതാബ് ഓതിയോ എന്നാണ്. അപ്പൊ ഉമ്മുൽ കിതാബ് എന്നുള്ളത് ഫാത്തിഹയുടെ ഒരു പേരാണ്. അപ്പൊ ഇതും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു പേരാണ്. ഫാത്തിഹയ്ക്ക് മറ്റൊരു പേരാണ് അസ്സലാത്ത്. അസ്സലാത്ത് അസ്സലാത്ത് എന്ന് ഫാത്തിഹയ്ക്ക് പേരായി പറഞ്ഞത് ഹദീസിൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് അള്ളാഹുവും അടിമയും തമ്മിലുള്ള സംസാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഫാത്തിഹ ഓതുന്ന സമയത്ത് അള്ളാഹുവും അടിമയും തമ്മിൽ സംസാരിക്കുകയാണല്ലോ. അപ്പോ ആ സംസാരത്തെ കുറിച്ച് ഹദീസിൽ പറയുന്നത് ഖസംതു സ്വലാത്ത ബൈനി വ ബൈന അബ്ദി നിസ്ഫൈൻ എന്നാണ്. ഖസംതു സ്വലാത്ത, സ്വലാത്തിനെ ഞാൻ വിഭജിച്ചു. അപ്പൊ അവിടെ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സൂറത്തുൽ ഫാത്തിഹ എന്നതാണ്. ഫാത്തിഹയെ അള്ളാഹു എന്ത് ചെയ്തു? വിഭജിച്ചു. അടിമക്കും ഉടമക്കും ഇടയിൽ അള്ളാഹ് വിഭജിച്ചു. പകുതി അടിമക്ക്, പകുതി ഉടമക്ക്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരു അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഒരു അടിമ അർറഹ്മാനി റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും അത്ന അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു. വഇദാ ഖാല മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ എന്ന അടിമ പറഞ്ഞാൽ മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് ഞാൻ പറയും. അതേപോലെ തന്നെ വഇദാ ഖാല ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ ഹാദാ ബൈനി വബൈന അബ്ദി വലി അബ്ദി മാ സഅൽ എന്ന് അല്ലാഹു പറയുന്ന, ഇത് എനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ള ഒരു കരാറാണ്. എന്റെ അടിമ ചോദിക്കുന്നത് ഇനി അവനുണ്ട്. അങ്ങനെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, ഇങ്ങനെ പറഞ്ഞാൽ അടിമക്ക് അല്ലാഹു എന്ത് ചെയ്യും? ആ ചോദിച്ചത് നൽകുന്നതാണ്. ഏതായാലും അതൊരു വിശാലമായ ഹദീസാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഫാത്തിഹയുടെ വിഷയം സംസാരിക്കുമ്പോൾ ഖസംതു സ്വലാത്ത എന്നാണ് പറഞ്ഞത്, ഖസംതുൽ ഫാത്തിഹ എന്നല്ല പറഞ്ഞത്. സ്വലാത്തിനെ ഞാൻ വിഭജിച്ചു. അപ്പൊ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് എന്ത്? അസ്വലാത്ത് എന്ന പേര്. ഓക്കെ, ഇതാണ് ഫാത്തിഹയുടെ പേരുകളായി നമുക്ക് വായിക്കാൻ കഴിയുന്ന പ്രമാണങ്ങളിൽ വന്ന ചില പേരുകൾ. അതേപോലെ തന്നെ വേറെ പണ്ഡിതന്മാർ പറഞ്ഞ ചില പേരുകളാണ് അൽ അസാസ്, ഫാത്തിഹയുടെ ഒരു പേരായിക്കൊണ്ട് പറഞ്ഞതാണ് അൽ അസാസ്, അൽ വാഫിയ, അൽ വാഫിയ, അൽ അസാസ്. ഇങ്ങനെയും ഫാത്തിഹയ്ക്ക് ചില പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മള് ഫാത്തിഹയുടെ പേരുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതലായി അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാനുള്ള നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തൗഫീഖാണ്. ഒരു വാചകം കൂടെ ചേർത്ത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാക്കാണ് തഫഖദു അൽ ഹലാവത ഫീ സലാസത്തിൻ. നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാധുര്യമുണ്ടോ, ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം. 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ആസ്വാദനം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഏതൊക്കെയാണത്? ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമുക്ക് ആസ്വാദനം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. രണ്ടാമത്തത്, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ. മൂന്നാമത്തത്, ദുആ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോ നമ്മൾക്ക് നിസ്കരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു സന്തോഷമുണ്ട്, ഒരു ആസ്വാദനം ഉണ്ട്, ഒരു മടുപ്പല്ല, ഒരു സമാധാനം, ഒരു സന്തോഷം, ഒരു റാഹത്ത് പറയുമല്ലോ, അത് നമുക്ക് ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഖുർആനൊക്കെ പഠിക്കുമ്പോഴും ഖുർആൻ വായിക്കുമ്പോഴും നമുക്ക് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ നമുക്ക് കിട്ടുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് വല്ലാത്തൊരു സമാധാനം, ആത്മവിശ്വാസം, ഒരു മാധുര്യം നമുക്ക് കിട്ടുന്നു. എങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾ അള്ളാഹുവിനോട് സ്തുതി പറഞ്ഞോളിയും.
എന്നാണ് മഹാനായ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നത്. കാരണം ഈമാനുള്ള ആളുകൾക്ക് അത് കിട്ടുള്ളൂ. ഒരാൾക്ക് ഈമാൻ ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയൊരു സിഗ്നലാണ് ഈ 3 കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു മാധുര്യം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി, പടച്ചോനെ എന്റെ മനസ്സിന്റെ വസന്തമാക്കി എന്റെ ഖുർആനിനെ നീ ആക്കി തരണേ. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് മനസ്സിനൊരു സംതൃപ്തിയും സമാധാനവും വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നേടാൻ കഴിയണം. എങ്കിൽ നമ്മൾ ഈമാനുള്ളവരായി മാറും ഇൻഷാ അള്ളാഹ്. സൂറത്തുൽ ഫാത്തിഹയുടെ ബാക്കി കാര്യങ്ങൾ, ഫാത്തിഹയുമായി ബന്ധപ്പെട്ട ആയത്തുകളിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലേക്കും അതേപോലെ തന്നെ ഇസ്തിആദ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന വിഷയവും അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. 2 ക്ലാസ്സുകളിലായി ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഒന്ന് സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠതയാണ്, മറ്റൊന്ന് സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇസ്തിആദ, ബസ്മല, ഇത് രണ്ടുമാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള നല്ല വിശാലമായ മനസ്സും ഹിർസും നല്ല താല്പര്യവും എന്നും ഒരു മതവിദ്യാർത്ഥിയായിക്കൊണ്ട് ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.